ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഈ ഒരു കോട്ട് കോളർ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. മാക്സി ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 14 ഇഞ്ച് നീളത്തിൽ നമ്മുടെ യോക്ക് പാർട്ട് വേണം. അതിന് വേണ്ടിയിട്ട് 14 ഇഞ്ച് നീളത്തിലും നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വീതിയിലുമുള്ള മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും എടുത്ത് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് ഒരു 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ബാക്ക് പാർട്ടിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് വീതിയും 1/2 ഇഞ്ച് മാത്രം ഇറക്കവും വെച്ചിട്ടാണ് ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ സാധാരണ പോലെ നമ്മുടെ അളവ് എത്രയാണോ ആ അളവിനനുസരിച്ച് ഷോൾഡറും ആം ഹോളും എല്ലാം മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നെക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. കാരണം കോളർ വെച്ച് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് ആകെ ഒരു 1/2 ഇഞ്ച് ഇറക്കി മാത്രമേ എടുക്കുന്നുള്ളൂ. ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഇറക്കത്തിലെടുക്കുന്നത്. അതുകൊണ്ടിപ്പം ആം ഹോളും നമ്മുടെ വണ്ണത്തിനുള്ളതും മാത്രം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ നെക്ക് മാത്രമായിട്ട് കട്ട് ചെയ്ത് ബാക്ക് പാർട്ടിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഫ്രണ്ട് പാർട്ടിൽ 1/2 ഇഞ്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ നമ്മൾ മാറ്റി വിടുന്നുണ്ടെന്ന്. ആ 1/2 ഇഞ്ച് മാറ്റിയതിന് ശേഷം 3 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് നീളത്തിലും നമുക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി കൈക്കുഴി സാധാരണ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഫ്രണ്ട് പാർട്ടിന് ഒരു 1/2 ഇഞ്ച് നമ്മൾ കൂട്ടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കോളർ വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഫ്രണ്ട് പാർട്ട് ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക, ബാക്ക് പാർട്ട് മാത്രമായിരിക്കും ക്ലോസ് ആയിട്ടുണ്ടാവുക. ഇനി ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗം നേരെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം എടുത്ത് വെച്ച് അങ്ങനെ നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം 2 ഷോൾഡറും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് മടക്കി എടുത്ത് വെച്ചതിന് ശേഷം ഒരു 2 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഞാൻ മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗമാണ് കോളർ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒന്ന് അളന്നെടുക്കുന്നത്. അത് കൃത്യമായിട്ട് ടേപ്പ് വെച്ച് എങ്ങനെ വേണമെങ്കിലും ടേപ്പ് വെച്ച് നിങ്ങൾക്ക് അളന്ന് നോക്കാം. ഒരു 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുന്നത് ഒരേ അളവ് തന്നെയാണോ കിട്ടുന്നതെന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം അളന്ന് കൃത്യമായി അളവെടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഒരു 6.5 എനിക്ക് കിട്ടുന്നത് നെക്കിൻ്റെ ലെങ്ത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നതിനനുസരിച്ച് കോളറിന് വേണ്ടിയിട്ട് ഒരു 2 മെറ്റീരിയൽ നമുക്ക് എടുക്കണം. ഇപ്പോൾ 6.5 എനിക്ക് ലെങ്ത് കിട്ടിയത്. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഒരു 7 ഇഞ്ച് നീളം വരുന്ന രീതിയിൽ മടക്കിയിട്ടിട്ടാണ് 7 ഇഞ്ച് വരുന്നത്. അപ്പോൾ ടോട്ടൽ 14 ഇഞ്ച് ഉണ്ടാവും. ആ ഒരു രീതിയിൽ വരുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 4 ഇഞ്ച് വീതിയിലും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കോളറിന് വേണ്ടി മാർക്ക് ചെയ്യാം. ഒരു 1.5 ഇഞ്ച് താഴേക്കും ആ 1.5 ഇഞ്ചിലേക്ക് നേർ പകുതിയിലിരുന്ന് നമ്മുടെ 7 മാർക്ക് ചെയ്ത ആ ഒരു ലെങ്തിൻ്റെ നേർ പകുതിയിലിരുന്ന 1.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തും ഒരു 1/2 ഇഞ്ച് ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടും നമുക്കൊന്ന് അളന്നെടുക്കാം. ഈ അളന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അതേ സ്ഥലത്തൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ കോളറിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടേതായ ലെങ്തിൽ ഒരു 2 മെറ്റീരിയൽ കിട്ടും. ഈ 2 മെറ്റീരിയലിൻ്റെയും നല്ല വശവും ഒരുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം 3 പാർട്ട്, അതായത് കോളർ നമ്മൾ നെക്കിനോട് ചേർത്ത് അടിക്കുന്നതല്ലാത്ത ബാക്കിയുള്ള 3 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പം അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു കോട്ടൺ മെറ്റീരിയൽ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ കോളർ ചെയ്യുന്നത്. അപ്പോൾ 3 ഭാഗവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മറിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി 3 സൈഡിലും ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. ഈ മറിച്ചെടുത്ത ഭാഗത്തിനെ നമുക്ക് 3 വശവും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കോളർ നല്ല നീറ്റായിട്ട് വൃത്തിക്കിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ്, പ്രൊഫഷണൽ വേയോ അങ്ങനെയൊന്നുമല്ല. എളുപ്പത്തിൽ നമുക്കൊരു കോളർ നെക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മിഡിൽ പാർട്ടൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇനി നെക്ക് എടുത്തതിന് ശേഷം നെക്കിൻ്റെയും മിഡിൽ പാർട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ സ്ലീവ്സൊക്കെ ജോയിൻ ചെയ്യാറുള്ളത് പോലെ മിഡിലിൽ നിന്നാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. നടുക്ക് ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് 2 വശത്തേക്കും കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഒരേ അളവിൽ തന്നെ കോളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റർ ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യമായി 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ ഡബിൾ സ്റ്റിച്ച് ആക്കി ഒന്ന് സെക്യൂർ ആക്കി വെക്കാനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ
അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കോളറെല്ലാം സ്റ്റിച്ച് ചെയ്ത് വളരെ കറക്റ്റായിട്ട് എടുക്കണം. വേറെ മെറ്റീരിയലൊന്നും അതിൻ്റെ കൂട്ടത്തിൽ അധികമായിട്ട് ചുളുങ്ങിയിരിക്കാനോ അങ്ങനെയൊന്നും പോകാതെ നോക്കണം. അതുപോലെ കോളർ ഒരിക്കലും നമ്മൾ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യരുത്. കറക്റ്റായിട്ട് നമ്മൾ അളന്ന അളവിലാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യ അളവിൽ തന്നെ കോളർ കട്ട് ചെയ്തിട്ട് കോളർ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 170-175 രൂപയുള്ളൊരു മാക്സി ബിറ്റിൽ നമുക്ക് വളരെ നീറ്റായിട്ട് നല്ലൊരു കോളർ നെക്ക് കുർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കോളർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കോളറിൻ്റെ കോട്ട് കോളർ ആകുമ്പം താഴ്ഭാഗം മടങ്ങി നിൽക്കുന്നൊരു ഭാഗമുണ്ടല്ലോ, അവിടെയും നമുക്ക് നല്ല മെറ്റീരിയൽ കിട്ടാനായിട്ട് അവിടെ നമ്മളൊരു പീസ് വെച്ച് അടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് 14 ഇഞ്ച് ആയതുകൊണ്ട് അതേ നീളത്തിൽ തന്നെ 2 പാർട്ട് എടുക്കുക. കാരണം ഫ്രണ്ട് പാർട്ട് 2 പാർട്ടായിട്ടാണുള്ളത്. അതുകൊണ്ട് 2 പീസ് നമുക്ക് തുണി എടുക്കണം. 14 ഇഞ്ചും 6 ഇഞ്ച് വീതിയിലുമുള്ള രീതിയിൽ നമുക്ക് 2 മെറ്റീരിയൽ എടുക്കാം. കൃത്യമായി അളന്ന് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് വേണം ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ചും 2.5 ഇഞ്ച് ഇറക്കത്തിലുമായിരുന്നു. അതേപോലെ തന്നെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ആ പീസ് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗത്തിലേക്ക് ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കും ആ സൈഡ് വശവും ഒരുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിനെ ഒന്ന് മറച്ചിട്ട് അടിക്കുകയും ചെയ്യണം. നൂല് വലിയുന്ന തുണിയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നെക്കും അതുപോലെ തന്നെ ആ ഫ്രണ്ട് പാർട്ടും അതുപോലെ വെച്ച് അടിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്ക് ഈ അടിച്ചതിന് ശേഷം അത് തിരിച്ചെടുത്തിട്ട് ഒന്ന് പതിച്ചടിക്കുക കൂടെ ചെയ്യണം. പതിച്ചടിക്കുന്നതിന് മുന്നേ സാധാരണ എപ്പോഴും നമ്മൾ നെക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് തിരിച്ചിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. കോർണർ ഭാഗമെല്ലാം കറക്റ്റായിട്ട് കിട്ടാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു ചെറിയ മുട്ടുസൂചി പോലത്തെ ഒന്ന് എടുത്തിട്ടാണ് കൃത്യമായിട്ട് ആ കോർണർ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ട് 2 പീസായിട്ട് ഓപ്പൺ ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗവും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ തന്നെ ഇതേപോലെ നമുക്ക് മറ്റൊരു പീസ് വെച്ച് അടിച്ച് തിരിച്ചിട്ട് പതിച്ചടിച്ചെടുക്കണം. ഇതുപോലെ 2 സൈഡും ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ നെക്കിൻ്റെ ഇറക്കത്തിൻ്റെ അളവിനനുസരിച്ച് വെച്ചിട്ട് ഞാനൊന്ന് കൂട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ നെക്കിൻ്റെ അളവനുസരിച്ച് ഫ്രണ്ട് പാർട്ട് 2ഉം കൂടെ നമുക്ക് ചേർത്ത് വെച്ചൊന്ന് കൂട്ടി അടിച്ചെടുക്കാം. ഞാനിതിപ്പോൾ കൃത്യമായിട്ട് കൂട്ടി അടിച്ചെടുത്ത് എനിക്ക് നെക്കിന് വേണ്ട ഇറക്കത്തിൻ്റെ അത്രയും വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണോ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ വെക്കുക. ഞാൻ സ്ലീവ്സ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും വലിയ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കാരണം സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാനൊരു ചെറിയ പഫ് കൊടുത്തിട്ടുള്ള ഒരു സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ പോലെ തന്നെ ഒരു പഫ് സ്ലീവ് വെച്ച് കൃത്യമായി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ട് സ്ലീവ്സിൻ്റെ അറ്റാച്ചിങ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ അല്ല നമ്മുടെ ഡ്രസ്സിൻ്റെ സ്കേർട്ട് പാർട്ടെന്ന് പറയുന്നത് ഞാൻ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സി ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന്. അപ്പം ഒരുപാട് 290 മാത്രം ഉണ്ടായിരുന്നൊരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്ലീറ്റ്സ് ഇടാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് എത്ര മെറ്റീരിയൽ ഉണ്ടോ ആ മെറ്റീരിയൽ അത്രയും എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലീറ്റ്സ് ഇടാനായിട്ട്. പ്ലീറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ താഴ്ഭാഗത്തിൻ്റെ വണ്ണം, നമ്മുടെ അരഭാഗത്തിൻ്റെ വണ്ണം എത്രയാണോ അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ഡബിളെങ്കിലും നമുക്ക് പ്ലീറ്റ്സ് ഇടുന്ന ആ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ 2 സൈഡും ഫ്രണ്ടും ബാക്കും ഒന്ന് പ്ലീറ്റ്സ് ഇട്ടെടുത്ത് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൂട്ടിച്ചേർത്ത് നമ്മുടെ ഡ്രസ്സിനെ തുന്നിയെടുക്കാം. ഞാൻ ലൈനിങ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ് ഒന്നും ഇല്ലാതെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡും ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി താഴ്ഭാഗം നമ്മുടെ ഇറക്കം എത്രയാണോ വേണ്ടതെന്നനുസരിച്ച് ഇറക്കത്തിനനുസരിച്ചൊന്ന് 2ആക്കി മടക്കിയെടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ
അപ്പോൾ നമ്മൾ ഫുൾ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഇങ്ങനെയാണുള്ളത്. ഞാനൊരു 2-3 ബട്ടൺ കൂടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു.